ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ആഹിലിന് മദ്രസയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എനിക്കുള്ള ചായ ഒഴിച്ച് വെച്ചിട്ട് ഹസ്ബൻഡിനുള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതി. ഫ്ലാസ്കിൽ അങ്ങനെ ഒഴിച്ചൊന്നും വെക്കാറില്ല കേട്ടോ. ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണം അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ വെക്കാറില്ല. ചൂടുവെള്ളം കുടിക്കണം, ചുക്കാപ്പി കുടിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ സവാള കട്ട് ചെയ്തപ്പോൾ കുറച്ചധികം ബാക്കി വന്നായിരുന്നു. ഞാൻ ചോപ്പറെ പാടി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് ഇനി എടുക്കുന്നത് വെജിറ്റബിൾസ് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, 2 കഷ്ണം പുട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതും പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ട് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 വട്ടം അരിയുടെ പുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ഗോതമ്പിൻ്റെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഗോതമ്പിൻ്റെ പൊതുവേ ഇവിടെ ഭക്ഷണങ്ങൾ എല്ലാവരും കുറവാണ്. മെയിനായിട്ട് അരി തന്നെയാണ്, അരി ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പിൻ്റെ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടി വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ 5 കിലോ അരിപ്പൊടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കിലോ ഗോതമ്പ് പൊടിയോ വാങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ മുട്ട പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്കാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒക്കെ മുട്ട മതി കേട്ടോ. ഇപ്പോൾ ആലിമിനും ആഹിലിനും ഇപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ മുട്ട ചിക്കി ചോറ് മിക്സ് ചെയ്ത് കൊടുത്താലും കഴിച്ചോളും. മുട്ട എങ്ങനെ കൊടുത്താലും കഴിച്ചോളും, ഇഷ്ടമാണ്. ആഹിലിന് പിന്നെ മുട്ട പുഴുങ്ങിയത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അല്ലാണ്ട് ബുൾസൈ ആയിട്ടോ ഓംലെറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നതാണ് അവനിഷ്ടം. രാവിലത്തെ കറി ഉണ്ടാക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാത്രി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ, ആ ഗ്രേവിയിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടിട്ട് മുട്ട തിളപ്പിച്ചെടുക്കും കേട്ടോ. എനിക്ക് ശരിക്കും മുട്ട തിളപ്പിച്ച് കഴിക്കുന്നതാണ് ശരിക്കും ഇഷ്ടം, പക്ഷേ ഹസ്ബൻഡിന് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കും, രാവിലെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങക്കായാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് മുരിങ്ങക്കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുട്ടിന് പൊടി നനക്കുകയാണ് കേട്ടോ. ഈ പുട്ടിന് അരിപ്പുട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടി നനച്ചെടുക്കാം. ഗോതമ്പിൻ്റെ പൊടിയാകുമ്പോൾ ഇത്തിരി ടാസ്ക്കാണ്, അധികം വെള്ളം ചേർത്താൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. എന്നാലും ഭയങ്കര സമയമൊന്നും വേണ്ട. എന്നാലും അരിപ്പൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അരിപ്പൊടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം ഗോതമ്പ് പൊടിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത്. തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ വാട്ടിയെടുക്കാറുണ്ട്. ഇതുവരെയായിട്ടും പച്ചവെള്ളം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ടീസ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടും. എപ്പോഴും ഞാൻ സാധാരണ പുട്ടാണ് ലാസ്റ്റ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ പുട്ട് ആദ്യമേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് ആവുന്ന നേരത്ത് അത് അടിച്ച മിക്സി, പിന്നെ അതേപോലെ പുട്ട് വാട്ടിയ പാത്രം അതൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കയ്യോടെ കഴുകി വെക്കുന്നുണ്ട്. നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ പാത്രങ്ങൾ വേഗം കഴുകി വെക്കാറുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി വെക്കാറില്ല. മാക്സിമം ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കണ മാത്രമേ പുട്ടുണ്ടാക്കിയുള്ളൂ, കാരണം അരിപ്പുട്ട് ഓൾറെഡി ബാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു കണ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഞാൻ 4 പീസായിട്ടാണ് കേട്ടോ പൊടിയിടാറ്. അതായത് 4 കഷ്ണമായിട്ടാണ് വെക്കാറ്. ആദ്യത്തെ പുട്ടുകുടത്ത് വെച്ചിട്ട് ഇതൊരിത്തിരി വലിയ പുട്ടുകുടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിനേക്കാളും വലിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ പുട്ട്. അപ്പോൾ ഇവിടെ ഫുഡ് മാക്സിമം എല്ലാവരും കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പീസായിട്ടാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്. ഒരു കഷ്ണം വരുമ്പോൾ തന്നെ ഭയങ്കര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് 4 കഷ്ണമായിട്ടാണ് ഒരു പുട്ടിൻ്റെ കണയിൽ ഞാൻ ഇടാറ് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ മാതിരി ഇവിടെ കറക്റ്റ് ഫുഡാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കറക്റ്റ് ഫുഡായിരിക്കും. അത് കാരണം പറയാണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഫുഡ് വാങ്ങിക്കേണ്ടി വരും. കാരണം മാക്സിമം ഫുഡ് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റിന് ഉണ്ടാക്കുന്നത്. ആ കറക്റ്റിന് ഉണ്ടാക്കിയാൽ പോലും മിക്കപ്പോഴും ഇവിടെ ബാക്കിയാണ്.
അപ്പോൾ ഞാൻ എന്താ മുട്ടക്കറിക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ മുട്ടക്കറിയിലേക്ക് കൂടി ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുട്ടക്കറിയിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. അപ്പോൾ ആലിമിന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഉടച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയും, ഉച്ചയ്ക്കത്തേക്ക് ഉരുളക്കിഴങ്ങ് ഉലത്തിയതും അതേപോലെ തന്നെ മുരിങ്ങാക്കായും ഉണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് ലഞ്ചിനുള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കഴിക്കുന്ന ഫുഡ് തന്നെയായിരിക്കും രാത്രിയും എടുക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നത് രാത്രിയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ പുട്ടാണെങ്കിൽ തന്നെ രാവിലത്തെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, ബാക്കി പൊടി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അന്നേരം മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. കറി പക്ഷേ രാവിലത്തെ തന്നെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം എടുക്കുന്നത്. ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള കറിയാണെങ്കിൽ ആ ഒരു നേരം മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ കൂടുതലാവുന്നത് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും. എന്നാലും ഞാൻ കറി വെക്കാറുണ്ട് കേട്ടോ. കാരണം ആഹിലിന് ക്ലാസ്സിൽ ഫ്രഷായിട്ട് തന്നെ കൊടുത്തു വിടുന്നതുകൊണ്ട് എന്തായാലും കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ കറി കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് കറിയും മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് കറി ഉണ്ടാക്കിയാലും അവസാനം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ മേളിൽ ഒഴിക്കണം കേട്ടോ, പച്ച വെളിച്ചെണ്ണ. അത് ആദ്യം മുതലേ അങ്ങനെ അങ്ങോട്ട് ശീലമായിപ്പോയി. ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒഴിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്ത കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിനെ വിളിക്കണം. അപ്പോൾ ആഹിലിനെ വിളിച്ചിട്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വിളിച്ചിട്ട് ആഹിലിനെ വിളിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആഹിലിനെ വിളിച്ച് അവൻ എഴുന്നേറ്റു. വിളിക്കുമ്പോൾ തന്നെ ആൾ വേഗം എഴുന്നേറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെടികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെടികൾ നോക്കാണ്ട് എങ്ങനെയാണ് പോരാ. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നോക്കി, എന്താണ് ബോഗൺവില്ലാസിന് പൂവൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി. ഈ മഞ്ഞ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, മഞ്ഞ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വളമൊക്കെ ഇട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തേക്കണേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലവർ വരും. അപ്പോൾ വെറുതെ ചെടികളൊക്കെ ഒന്ന് നോക്കി പിന്നെ ഞാൻ പിന്നെയും താഴത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് അവനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും ആലും എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് ഓർത്തിട്ട് അവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ആളെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിറ്റ് ഞാൻ കടന്നലിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ചെടികളുടെ ഇടയിലൊക്കെ കടന്നലുണ്ടാവും. അപ്പോൾ അത് വെക്കുന്ന പ്ലേസ് അതല്ല. അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് അവിടെ അല്ല, അകത്താണ് വെക്കേണ്ടതെന്നാണ് ആ പറയുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇംഗ്ലീഷാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അംഗൻവാടി പോയതിന് ശേഷം ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ആഹിൽ പോയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ടാണ്, സമയമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ച പാത്രവും പിന്നെ സ്ലാബൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിമിരുന്ന് TV കാണുന്നുണ്ട്. ഞാൻ ഈ പാത്രവും കൂടി കഴുകി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അവനെ കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അംഗനവാടിയിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ആക്കാം. അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. കൂടെ സ്ലാബും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ആലിമിനെ ആക്കി വന്നതിന് ശേഷം ഞാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. കുറേ നാളായി കഴിച്ചിട്ട്. ഇന്നത്തെ എൻ്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട്. ബോഗൺവില്ലാസാണ് കൂടുതലും നട്ടുവെച്ചിരിക്കുന്നത്. അപ്പോൾ മുളകും കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് നന്നായിട്ടൊന്ന് ചെടികൾക്കൊന്ന് വളം ഇട്ട് കൊടുക്കണം. ഞാൻ മേളിലേക്ക് മിക്കപ്പോഴും വളം അങ്ങനെ ഇടാറില്ല. താഴത്ത് മാത്രമാണ് എപ്പോഴും വളം ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മുല്ലയിലൊക്കെ പൂവുണ്ടായി വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മുട്ടുണ്ടായിട്ടുണ്ട്. താഴെ ഇരുന്ന് വെച്ചാൽ മുളകൊക്കെ മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. താഴെ ഇരുന്നിട്ട് മുളകൊന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല, അത്ര അങ്ങോട്ട് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ മേളിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് ഓർത്തു. മേളിലാവുമ്പോൾ കുറച്ചുകൂടിയും കുറച്ചും കൂടിയും നല്ല വെയിൽ കിട്ടും താഴെയുള്ളതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് വെച്ചാൽ കുറേ ചട്ടികൾ മുളക് മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കുരുമുളക് നന്നായിട്ട് ഉണ്ടായിട്ട് ഇപ്പം ഉണ്ട്. എല്ലായിടത്തും നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പോയതായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ലാസ്റ്റത്തെ ഒരു കമ്പ്
കാമ്പ് ഞാൻ കട്ട് ചെയ്ത് രണ്ടാമത് പിടിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതിലൊരു 3-4 വട്ടം നമ്മളിപ്പോൾ പറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് പഴുത്തിട്ട് വേണം പറിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ ഈ ഒരു ചെത്തി കൊണ്ടുവന്ന് കുത്തി വെച്ചാണ് കേട്ടോ. അപ്പം നല്ലപോലെ മുട്ടായിട്ടുണ്ട്. കുത്തി വെച്ചപ്പോൾ തന്നെ അത് നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇലകളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീലി ബഗ്സൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും നല്ലപോലെ മുളകും തൈലാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. വേറൊരു ചെടിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തേക്കും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലയുടെ അടിയിലും മേളിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്ലറി ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളത്തിലാണ് സ്ലറി ചേർത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാ ചെടിക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ കാണുന്നത് കേട്ടോ. നമ്മുടെ ഇഞ്ചിക്ക് പൂവുണ്ടായിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ കയ്യിൽ ഉണ്ടായിട്ട് ആദ്യമാണ് കാണുന്നത്. അപ്പം ഞാൻ എല്ലായിടത്തും നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. നമ്മളുടെ പനിക്കൂർക്കയൊക്കെ നല്ലപോലെ വളർന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നിൽക്കുന്ന വേപ്പിലയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ നട്ടുണ്ടാക്കാറുണ്ട്. ഇതായി നിൽക്കുന്നത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.